ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ SS Vlogs by സിയ. അപ്പോൾ ഞാൻ ഇന്ന് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഒരു ജ്വല്ലറി കളക്ഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റഡ് ടൈപ്സ് വരുന്നതിനേക്കാളും ഇതേപോലെയുള്ള ഈ കുളത്ത് വരുന്ന ടൈപ്പ് കമ്മലുകളാണ് ഇഷ്ടം. അപ്പം എൻ്റെ കയ്യിൽ കൂടുതലും അങ്ങനത്തെ കമ്മലുകൾ ആയിരിക്കും. അതല്ലാതെ ഉണ്ട്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ വന്നിട്ട് ഈ ഒരു ജുമുക്കയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇതേ ഒരു ആൻറ്റിക് സിൽവർ ജുമുക്ക വന്നിട്ട് താഴെ ഒരു റൂബി സ്റ്റോൺ ആണ് കേട്ടോ, ഒരു റെഡ് റൂബി സ്റ്റോൺ. ഇതേപോലെ തന്നെ പല കളേഴ്സ് ഉണ്ട്. അത് ഞാനൊന്ന് വേഗം കാണിച്ചു തരാം. അടുത്തത് വന്നിട്ട് ആൻറ്റിക് ഗോൾഡ് വരുന്നത്, അതിൻ്റെ ഉള്ളിൽ താഴെയായിട്ട് ബ്ലൂ കളർ സ്റ്റോൺസ് വരുന്നതാണ് കേട്ടോ ഇവ കാണിക്കുന്നത്. ഇതാണ് കേട്ടോ അടുത്തൊരു ചുമക്ക. നെക്സ്റ്റ് വന്നിട്ട് ഇതൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങണതാണ് കേട്ടോ. ഓൺലൈനിൽ ഞാൻ വളരെ കുറവാണ് ഇയറിങ്സ് ഒക്കെ വാങ്ങാറുള്ളൂ. ഈ ഇയറിങ്സ് ഒക്കെ കൂടുതൽ ഞാൻ അടുത്തുള്ള ഷോപ്പ് അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നൊക്കെയാണ്, ടൗണിൽ നിന്നൊക്കെയാണ് കേട്ടോ വാങ്ങാറ്. അടുത്തത് വന്നിട്ട് ഇതേ ഒരു ഓറഞ്ച് കളർ. ഇത് ആൻറ്റിക് സിൽവർ അല്ല, ആൻറ്റിക്, ഒരു മിനിറ്റ് ഒന്ന് ഫോക്കസ് ചെയ്യേ. ഇത് ആൻറ്റിക് സിൽവർ അല്ല, ആൻറ്റിക് ഗോൾഡ് ആണ് കേട്ടോ. ഇത് ആൻറ്റിക് ഗോൾഡ്. അടുത്തത് വന്നിട്ട് ഞാൻ വേഗം കാണിച്ചു പോവാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് ഇത് ആൻറ്റിക് സിൽവറിൽ ഒരു റോസ്. ഇത് കറക്റ്റ് പേൾ ടൈപ്പ് അല്ല, ഒരു ഗ്ലേസി ടൈപ്പ് ഒരു സ്റ്റോൺ, ഒരു പേളാണ് കേട്ടോ. ഇത് ആൻറ്റിക് ജ്വല്ലറി തന്നെയാണ്, ആൻറ്റിക് ഇയറിംഗ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ വ്യത്യാസം കണ്ട, ഇതിൽ റിംഗ് ആണ്. റിംഗ് ഇങ്ങനെ ചിമുക്കാൻ വന്നിട്ട് അതിന്റെ അടിയിൽ ഇതേപോലുള്ള പേൾസുകൾ, ഒരു മെറൂൺ കളർ പേൾസുകൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ആൻറ്റിക് സിൽവർ തന്നെ. അതിലിങ്ങനെ പേളുകളൊന്നും ഇല്ല, അടിയിൽ പേൾസ് അല്ല, സെയിം കളർ തന്നെ വരുന്ന ഇങ്ങനെ മണികൾ കണ്ടോ. ഇതാണ് കേട്ടോ. അടുത്ത് വന്നിട്ട് ഇതൊക്കെ കുറേ കൊല്ലങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ. ഇപ്പം റീസെൻ്റ് ആയിട്ട് വാങ്ങിയത് കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ കൂടുതൽ ഞാൻ കുറേ മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പം അത് കുറച്ചൊരു അതിൻ്റെ ആ ഒരു സിൽവർ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് മാറി ഫെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് വന്നിട്ട് ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, എൻ്റെ അമ്മ എനിക്ക് ആദ്യമായിട്ട് വാങ്ങി തന്ന ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഈ ആൻറ്റിക് സിൽവറുകൾ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത് ഈ ഒരു കമ്മലിട്ടിട്ടാണെന്ന് പറയാം. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചുമക്കയാണ് കേട്ടോ. അമ്മയ്ക്ക് ഞാനിങ്ങനെ കമ്മലുകളൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, വലിയ വലിയ കമ്മലുകൾ. അപ്പം അമ്മ അതിന് സപ്പോർട്ട് ചെയ്യാറുള്ളൂ. എപ്പോഴും എനിക്ക് കമ്മലുകളൊക്കെ വാങ്ങിത്തരും. അടുത്തത് വന്നിട്ട് ഞാൻ ഇപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ, അതിലിട്ടിട്ടുള്ളൊരു ഇയറിംഗ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി വന്നിട്ട് കണ്ട, ഇത് ഒരു ചാന്ദബലി ടൈപ്പ് ഞാൻ ആക്കിയതാണ്. ഇതിന്റെ താഴത്തേക്ക് ഒരു ജുമുക്ക കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഏകദേശം നമ്മുടെ ഈ തോളിന്റെ അവിടെ വരെ എടുക്കാം. അപ്പോൾ ഭയങ്കര ലെങ്ത്, ഭയങ്കര ഓവർ ആയിട്ടൊക്കെ തോന്നിയ കാരണം ഞാൻ എനിക്ക് ഇട്ടിട്ട് പോകാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, അടിയിലത്തെ ജുമുക്ക എടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പൊ ഇതെങ്ങനെയുണ്ട്, ഇഷ്ടമായി എല്ലാവർക്കും? ഇങ്ങനെ ഓരോന്നും ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കണല്ലോ കേട്ടോ, ഇട്ട് കാണിക്കുന്നില്ല. പിന്നെ ഞാൻ ഈ പെരുന്നാളിനൊക്കെ പോകുമ്പോൾ അവിടെ സ്റ്റോളുകളിൽ കാണുന്ന കമ്പനികളൊക്കെ മിക്കവാറും ഞാൻ എടുത്തുകൊണ്ടില്ല, പൈസ കൊടുത്ത് ഞാൻ വാങ്ങി കൊണ്ടുവരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇയറിങ്സ്. ഇടും എന്നുള്ളതല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കമ്മലുകളൊന്നും അധികം ഇട്ടിട്ടില്ല. പക്ഷെ എനിക്കിങ്ങനെ ഇതൊക്കെ വാങ്ങി എടുത്തു വെച്ച് അതിങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു നാഗവല്ലി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നൊരു സംശയം ആഭരണങ്ങൾ കാണുമ്പോഴേ. അപ്പൊ അടുത്തത് വന്നിട്ട് ഇത് ഞാൻ ഒല്ലൂര് അങ്ങോട്ട് പള്ളി പെരുന്നാളിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാ. ഇതൊക്കെ ആകെ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ, 40 രൂപയ്ക്കേ ഉള്ളൂ. പക്ഷെ നോക്കി, എനിക്ക് ഇങ്ങനത്തെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഇഷ്ടം. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെയാണ് കേട്ടോ എനിക്ക് ഇഷ്ടം കൂടുതൽ. ഞാൻ ഈ ഗോൾഡ് ടൈപ്പ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. അതേപോലെ തന്നെ അടുത്തത് വന്നിട്ട് ഇത് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഇയറിങ് ഞാൻ ഈ ഹിന്ദി സീരിയൽസ് ഒക്കെ ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ കണ്ടിരുന്നു. ഞാനൊരു 90s കിഡാണ് കേട്ടോ. അപ്പോൾ അവരെ ഇൻസ്പയർ ആയിട്ട് എനിക്കിങ്ങനെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ചുരിദാറുകളുടെ കൂടെ അവർ ഇങ്ങനത്തെ ടൈപ്പ് കമ്മലിടില്ലേ, ഈ എന്താ പറയുക, റിങ്ങുമ്മ ജുമുക്കാന്ന് ഞങ്ങളൊക്കെ പറയാം കേട്ടോ. റിങ് ടൈപ്പിലും വന്നിട്ട് ഇങ്ങനെ ജുമുക്ക വന്നിട്ട് നോക്കി നല്ല ഭംഗിയില്ലേ. ചുരിദാറുകളുടെ കൂടെ ഒക്കെ നന്നായിട്ട് നല്ല മാച്ചായിട്ട് പോട്ടെ, നല്ല ഭംഗിയുണ്ട്. ഏതെടുത്താലും 40 രൂപ പറഞ്ഞിട്ട് ഒരു 2-3 കമ്മലുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ടൈപ്പ് കമ്മലാണ് ഇട്ടത്. ഇത് എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സിന്റെ കൂടെ ഒക്കെ ചേരും. അതേപോലെ തന്നെ കുർത്തീസിന്റെ കൂടെ കുറച്ചും കൂടി ഒരു എന്താ പറയാ, ജീൻസിന്റെ കൂടെ ഒരു ഷോർട്ട് കുർത്തിയൊക്കെ ഇടുമ്പോൾ ഇത് നല്ല മാച്ചായിട്ട് പോകും. പിന്നെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ചുമക്കയാണ്. അതിന്റെ ഒരു ചെറുത് ഞാൻ കാണിച്ചുതരാം. 2 ഓരോ സെറ്റ് വീതം ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ ലെങ്തി ആവണ്ട വെച്ചിട്ട് വേഗം കാണിച്ചു തരുന്നതാണ്. ഇത് കുറച്ചൊരു വലുതാണ് കേട്ടോ, കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ആൻറ്റിക് സിൽവർ ചുമക്കയാണ്. ഇവിടെ കുളത്തിനാണ് കേട്ടോ വരുന്നത്. ഇത് വന്നിട്ട് കുറച്ചൊരു ചെറുത്.
അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തോളാം എനിക്ക് ഈ വലിയ ജുമുക്കാസാണോ അതോ ചെറുതാണോ ഫേസിലേക്ക് മാച്ച് ആവുന്നതെന്ന് കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു ജുമിക്കാണ് കേട്ടോ, കണ്ടോ. ഇത് വന്നിട്ട് ഞാൻ ആക്ച്വലി ഇത് വേറൊരു മാലയമേ തൂങ്ങിക്കിടന്നിരുന്ന ഒരു ജുമുക്കാണ് കേട്ടോ. പിന്നെ ഇത് വേറൊരു കമ്മലിൻ്റെ സ്റ്റെഡായിരുന്നു. അപ്പം ഞാൻ ഈ സ്റ്റെഡ് ഈ ജുമുക്ക അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു കമ്മലാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ട്? ഇതെങ്കിലും ഈ കമ്മൽ വാങ്ങാൻ കാരണം ഇതിലത്തെ ഈ ഒരു സ്റ്റോണിൽ ഈ സ്റ്റോണിൻ്റെ കറക്റ്റ് ഒരു ഷെയ്ഡ് ഒരു ചുരിദാർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഞാൻ അങ്ങനെ ഒരു മാച്ചിങ് നോക്കിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതെങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും കണ്ടോ. ഇനി അടുത്തത് വന്നിട്ട് ഇതും ഇതേപോലെ തന്നെ ഞാൻ ഈ ഒരു ചിക്കൻകാരി കുർത്തി എടുത്ത സമയത്ത് അവിടെ ഹൈലൈറ്റ് മോളിൽ നിന്ന് ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഈ ഒരു കമ്മൽ ഇതും നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് കമ്മലാണ് കണ്ടത്. അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഈ പേൾസ് വരുന്ന ടൈപ്പ് കമ്മൽ തന്നെയാണ് കേട്ടോ. അതൊരു പീച്ച് കളർ ഒരു പെയിന്റിങ് ചെയ്ത മാതിരിയുള്ള ഒരു ടൈപ്പ് കമ്മലാണ് കേട്ടോ. കാണാനുണ്ടോണോ? പക്ഷേ ഇതാണ് കമ്മൽ വന്നിട്ട് ഞാൻ ഒന്ന് ഇട്ട് കാണിച്ചത്. ഇങ്ങനെ ഒരു കമ്മൽ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചുമിക്കാണ്. ദേ ഇവിടെ ഒരു മയിൽപീലിയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ദേ ചെറിയ സ്കൈ ബ്ലൂ കളർ ഇതേപോലെ തന്നെ എനിക്കൊരു കളറ് ചുരിദാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ മാച്ചിങ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് തന്നെ വാങ്ങിയിട്ടുള്ളൊരു ജുമിക്ക. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ഗോൾഡ് കളറുള്ള ജുമുക്കാസ്. നമുക്ക് ഈ സെറ്റ് സാരിയുടെ കൂടെ ഒക്കെ എടുക്കാൻ പറ്റുന്ന ജുമുക്കാസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഇതേ ഒരു സ്റ്റെഡ് ടൈപ്പ് സ്റ്റോൺസ് വെച്ചിട്ട് കണ്ടോ, ശരി കാണുന്നുണ്ടോ? വൈറ്റ് സ്റ്റോൺസ് ആണ്. ഇവിടെയും നിറച്ച് വൈറ്റ് സ്റ്റോൺസ് ആണ്. എന്നിട്ട് താഴെ വന്നിട്ട് ഒരു പേള്. അടുത്തത് വന്നിട്ട് ഒരു ടെമ്പിൾ ജുമുക്ക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ജുമുക്കയാണ് കേട്ടോ. ഇവിടെ ദേ വന്നിട്ട് ഒരു ഹോഴ്സാണ് കേട്ടോ. ഇവിടെ ഒരു കുതിരയാണ്. എന്നിട്ട് താഴെ ഒരു ടെമ്പിൾ ടൈപ്പ് ഒരു ജുമുക്ക. ഇത് വന്നിട്ട് എൻ്റെ അനിയത്തിക്ക് ഒരു ഫാൻസി കട ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അനിയത്തി എനിക്ക് തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതും ഈ സെറ്റ് സാരീസിൻ്റെ കൂടെ ഒക്കെ സൂപ്പറായിട്ട് പോകും. കറക്റ്റ് നമ്മുടെ ഗോൾഡിൻ്റെ ഒരു കളർ വരുന്ന ഒരു ടൈപ്പ് ജുമുക്കയാണ്. നല്ല അടിപൊളിയാണ്. ഇതൊക്കെ ഒരു കല്ല് പോയിട്ടോ. ഒരു റൂബി സ്റ്റോൺ ആണ് കേട്ടോ ഇവിടെ വന്നിട്ട്. പിന്നെ ഇവിടെയും റൂബി സ്റ്റോൺ തന്നെ ഗ്രീന് റെഡ് മാറി വരുന്നുണ്ട്. ഒരു ഹാങ്ങിങ് ടൈപ്പ് ജുമിക്കാണ് കേട്ടോ. ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ കമ്മലുകൾ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കമ്മലുകളാണ് കേട്ടോ. ഇത് വെറുതെ ഒന്ന് കാണിച്ചു തരാം. വെട്ട് പണിഞ്ഞു പോയി. ഇതിങ്ങനെ ഇതാണ് കേട്ടോ കറക്റ്റ് കണ്ട. ഇതൊരു ടൈപ്പ് സെയിം ഇങ്ങനത്തെ തന്നെ അടുത്തൊരു ടൈപ്പാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ അനിയത്തി ഫാൻസി ഷോപ്പ് ഉണ്ടാവില്ല ആ സമയത്ത് കുറേ നമ്മൾ ലാസ്റ്റ് ഒക്കെ ഒഴിപ്പിക്കുന്ന സമയത്ത് എനിക്ക് തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ടൈപ്പ് ചാന്തുവലി ടൈപ്പ് ഇയറിങ്സ് ആണ് കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു 2 ഉണ്ട്. ഒരെണ്ണം വന്നിട്ട് ഒരു ഗോൾഡ് കളറാണ് കേട്ടോ കണ്ടോ. ഇതിൽ താഴെ ഇങ്ങനെ പേൾസ് വന്നിട്ട് ഇവിടെ ഫുൾ റെഡ് ഗ്രീന് കണ്ട റെഡ് ഗ്രീൻ സ്റ്റോൺസ് വന്നിട്ട്. ഇത് ഞാൻ കുന്നംകുളത്ത് ഒരു ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിഞ്ഞാൽ എന്തായാലും ഒരു 100 സംതിങ് 150 ഉള്ളിൽ വരും. ഞാൻ വെറും 100 രൂപയ്ക്കാണ് കേട്ടോ ഈ കമ്മൽ വാങ്ങിയത്. അത്യാവശ്യം വലുതുമാണ്. എന്നുവെച്ചാൽ നല്ല ലൈറ്റ് വെയിറ്റും ആണ് കേട്ടോ. ഇതങ്ങനെ വെയിറ്റ് ഒന്നും ഇല്ല. ഹെവി എന്ന് ഉദ്ദേശിച്ചത് ഞാനൊരു അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു പരന്ന ടൈപ്പല്ല, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇത് വെയിറ്റ് ഇല്ല. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാനായിട്ട്. കുറച്ച് കാണുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നും, അതാണ് അത്രേ ഉള്ളൂ. ഇത് എൻ്റെ കയ്യിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇയറിങ്സ്. എക്സ്പെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 350 ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ. ഇത് കുറച്ചൊരു വെയിറ്റ് ഉള്ള ടൈപ്പ് ഇയറിംഗ് ആണ് കേട്ടോ. വെയിറ്റ് ഉണ്ട് ഇതിന്. ഇത് നോക്കൂ. ഇതൊരു ക്രീം കളർ കുർത്തിയുടെ കൂടെയൊക്കെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ അത് മാത്രമൊന്നുമല്ല കേട്ടോ, ഈ ഒരു ഗ്രീൻ കളർ കുർത്തിയുടെ കൂടെ നല്ല സ്യൂട്ട് ആവുന്നില്ല ഇത് ഇല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇത് കുർത്തീസിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നല്ല ഓർഗൻസ് സാരീസിൻ്റെ കൂടെ ഇത് മാത്രം പെയർ ചെയ്താൽ മതി. നമ്മൾ മാല ഒന്നും ഇടണ്ട. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇതേപോലെ തന്നെ റിങ്ങുമ്പോൾ ചുമക്കാൻ വന്നിട്ടുള്ള അതേ ഒരു കമ്മലാണ് കേട്ടോ ഇത്. വീഡിയോ അധികം ലെങ്ത് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈ ജ്വല്ലറി കളക്ഷൻ പാർട്ട് 2 വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.